സിനിമാ തിയേറ്ററിൽ നിന്നും മോളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് സ്വീറ്റ് കോൺ ചാട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് വേവിക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റീലിൻ്റെ അരിപ്പ വെച്ചിട്ട് അതിലൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് വേവിക്കാം. ഏതാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോൺ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ചാട്ട് മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സവോള അരിഞ്ഞതും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം തക്കാളി മുറിച്ചതും കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ് കോൺ ചാട്ട് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ശരിക്കും മോളിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റും ഫ്ലേവറുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.